الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും റഹ്മാനായ റബ്ബ് അതിസൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ ഓരോ ചലനങ്ങളും അവന്റെ മാലാഖമാർ കൃത്യമായി രേഖപ്പെടുത്തുകയും ആ രേഖ പാരത്രിക ലോകത്ത് നമുക്കനുകൂലമായോ പ്രതികൂലമായോ ഭവിക്കുന്നതാണ് എന്ന ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അവന്റെ തൃപ്തിക്ക് പാത്രമാകുന്ന രൂപത്തിൽ തഖ്വയോടുകൂടെ മുന്നോട്ട് നയിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെയും ദാസികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനത്തിന്റെ സാക്ഷാത്കാരം എങ്ങനെയൊക്കെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ 1-2 ഖുതുബയിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ത്വാഅത്തുഹു ഫീമാ അമർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അനുസരണയോടുകൂടെ പ്രവാചകൻ പഠിപ്പിച്ചത്, അവൻ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതൊക്കെ അനുസരിക്കുക എന്നുള്ളത്. അതേ രൂപത്തിൽ തന്നെ തസ്ദീഖുഹു ഫീമാ അഖ്ബർ, മതത്തിന്റെ കാര്യങ്ങൾ വഹീ കൊണ്ട് മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്നതൊക്കെ വിശ്വസിക്കുക, സത്യപ്പെടുത്തുക. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല, അരുത്, ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതൊക്കെ ഉപേക്ഷിക്കുക. ഈ 3 വിഷയങ്ങളാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാ യുഅ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഷഹാദത്തിന്റെ 2ാമത്തെ പാതിയെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എങ്ങനെയാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോ 4ാമതായി ഗൗരവത്തോടുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നത് വഅല്ലാ യുഅ്ബദല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല ഇല്ലാ ബിമാ ശറഅ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെയല്ലാതെ. ഇബാദത്തുകളുടെ അടിസ്ഥാനം നിഷിദ്ധമാണ്. അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, ഏതൊരു ഇബാദത്തും അടിസ്ഥാനപരമായിട്ട് ഹറാമാണ്. തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഏതൊഴികെ, അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചതൊഴികെ. അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചതല്ലാത്ത ഇബാദത്തുകളെല്ലാം ഹറാമാണ്. ഞാനും നിങ്ങളും അടിവരയിട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട ഒരു പദപ്രയോഗമാണ്. ഞാൻ ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആൻ നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ സൂറത്തുൽ മുൽക്കിലെ 1-2 വചനങ്ങൾ. അതിന്റെ അകത്ത് 2ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ മരണവും ജീവിതവും ഒക്കെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എന്തിനാണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിത മരണത്തിനിടയിലുള്ള ഒരു സമയം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ലിയബ്ലുവക്കും, നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ജീവിതത്തിൽ അള്ളാഹുവിന് നമ്മെ പരീക്ഷിക്കേണ്ടത്? എന്താണ് പരീക്ഷണത്തിലൂടെ നമ്മിൽ നിന്ന് അള്ളാഹുവിനെ അറിയേണ്ടത്? നാം എന്താണ് റബ്ബിനെ അറിയിച്ചു കൊടുക്കേണ്ടത്? ലിയബ്ലുവക്കും അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ. അക്സറു അമല എന്നല്ല, ഒരുപാട് കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആര് എന്നല്ല. പരീക്ഷണം, ടെസ്റ്റ് ചെയ്യുന്നത്, പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കേണ്ടത് എങ്ങനെയാണ്? ഒരുപാട് അമലുകൾ ചെയ്തിട്ടല്ല, മറിച്ച് ഏതൊക്കെ അമലുകൾ ചെയ്താലും അതൊക്കെ അഹ്സനായി മാറണം. എന്താണ് അഹ്സനു അമൽ? നല്ല അമൽ. നല്ല അമൽ എന്തൊക്കെയുണ്ട്? ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ? നമ്മൾ ഏത് ഇബാദത്ത്, ആരൊക്കെ എന്ത് ഇബാദത്ത് ചെയ്ത് അതൊക്കെ നല്ലതാണെന്നല്ലേ പറയുന്നത്? ശരി, എന്താണ് പൂർവികരായ ഇമ്മത്തുകൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്? മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞതിന് അദ്ദേഹം വിശദീകരിച്ചു, ഐ അഖ്ലസുഹു വ അസ്വബുഹു. 2 പദങ്ങളാണ് അഹ്സനു അമല എന്നതിനെ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി വന്നത്. അദ്ദേഹം പറഞ്ഞു, ഒന്ന് അഖ്ലസുഹു, അത് ഇഖ്ലാസ് ഉള്ളതാവണം. ഒരു അമല് നമ്മൾ പ്രവർത്തിക്കുമ്പോ അത് ഏത് അമലാവട്ടെ, ഒന്നാമത്തത് അതിന്റെ ഒരു കണ്ടീഷൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും അമലുകൾ സ്വീകരിക്കണമെങ്കിൽ, ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് ഒന്നാമത് വേണ്ടത് അത് അഖ്ലസുഹു, ഇഖ്ലാസ് ഉണ്ടാവണം. രണ്ടാമത്തത് അസ്വബുഹു, അത് സ്വഭാവാവുകയും വേണം. അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ചു, യാ അബാ അലി, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മാ അഖ്ലസുഹു വ അസ്വബുഹു, എന്താണ് ഇഖ്ലാസ് ഉണ്ടാവണം, അത് സ്വഭാവാകണം എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമൽ, ഞാനും നിങ്ങളും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് പറഞ്ഞവരാണ് നമ്മൾ. അത് കേവലം പറഞ്ഞൊരു സൈഡിലൂടെ അങ്ങനെ ജീവിച്ച് അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതിനോട് ചില ബാധ്യതകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അതിന്റെ 4ാമത്തെ കാര്യമാണ് സൂചിപ്പിച്ചു വരുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമൽ, നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഇബാദത്ത്, ഒരു അമൽ, ഇദാ കാന ഖാലിസൻ, അത് ഇഖ്ലാസ് ഉള്ളതായി,
വലം യകുൻ സ്വവാബൻ ലം യുഖ്ബൽ, അത് സ്വവാബല്ല, ഇഖ്ലാസ് ഉണ്ട് പക്ഷെ സ്വവാബല്ല എങ്കിൽ ലം യുഖ്ബൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വഇദാ കാന സ്വവാബൻ, ഇനി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അമലോ അത് സ്വവാബാണ് എങ്കിൽ വലം യകുൻ ഖാലിസ, പക്ഷെ ഇഖ്ലാസ് ഇല്ല എങ്കിൽ ലം യുഖ്ബൽ ഹത്താ യകൂന ഖാലിസൻ സ്വവാബൻ, അത് ഖാലിസും സ്വവാബും ഇഖ്ലാസുള്ളതും സ്വവാബും രണ്ടും കൂടെ ഉണ്ടായിത്തീരുന്നത് വരെ ആ അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഈ സംഭവം? നോക്കൂ, അൽ ഖാലിസ്, ഖാലിസ് എന്ന് പറഞ്ഞാൽ മാ കാന ലില്ലാഹ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇഖ്ലാസ്. അതാണ് ഖാലിസ്, അതാണ് അഖ്ലസുഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത് ജുമഅ നമസ്കരിക്കുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ എന്താവണം? അതിന്റെ ഒരു കണ്ടീഷൻ അഖ്ലസുഹു, അതുകൊണ്ട് മറ്റൊരു ലക്ഷ്യവും ഉണ്ടാവാൻ പാടില്ല. മാ കാന ലില്ലാഹ്, അത് അള്ളാഹുവിനുള്ളതാവണം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചതാവണം, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചതാവണം. ഇനി സ്വഭാവമാവുകയും വേണം. കാരണം ഇത് രണ്ടും കൂടെ ഒന്നിച്ചുണ്ടെങ്കിൽ അള്ളാഹ് സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഒരു പക്ഷിയുടെ ചിറക് പോലെയാണ്, ബാലൻസ് ഒപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ രണ്ടാമത്തത് വസ്വഭാവ്, എന്തുണ്ടാവണം? സുന്നത്തുണ്ടാവണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നാം പ്രവർത്തിക്കുന്ന ഏതൊരു കർമ്മങ്ങളും അല്ലാ യുഅ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പില്ലാത്ത ഒരു അമലും മുഅ്മിൻ പ്രവർത്തിച്ചുകൂടാ, മുഅ്മിൻ നിർവഹിച്ചുകൂടാ. അത് അല്ലാഹുവിന്റെ സമീപത്ത് സ്വീകാര്യമല്ല. അത് ഇഖ്ലാസ് ഉള്ളതാണെങ്കിലോ, അള്ളാന്റെ പ്രീതി മാത്രം. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? അള്ളാന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്? ഇല്ല, പോരാ. എന്തുകൂടെ വേണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ കയ്യൊപ്പ്, വഹയിന്റെ നാവ് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ഇബാദത്തെ ഒരു മുഅ്മിനിന് പ്രവർത്തിക്കാവോ എന്നതാണ് ആര് പ്രഖ്യാപിക്കേണ്ടത്? ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാതി പ്രഖ്യാപിച്ച ഒരു മുഅ്മിൻ. അത്രയേ ഉള്ളൂ. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ എന്തും പ്രവർത്തിക്കാമെന്നല്ല, എന്തും ചെയ്യാമെന്നല്ല, എങ്ങനെയും ചെയ്യാമെന്നല്ല. അവന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന ചോദ്യം ഇത് നല്ലതാണോ എന്നുള്ളതല്ല, ഇതെല്ലാരും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, ഇത് നാട്ടുകാർ മുഴുവനും ചെയ്യലുണ്ടല്ലോ എന്നുള്ളതല്ല. നമ്മളെ ഭൂരിഭാഗം ആളുകളും, നമ്മുടെ കുടുംബക്കാരും, നമ്മളെ മഹല്ലിലെ ആളുകളും, നമ്മളെ സംഘടനയൊക്കെ ഇതിനകത്തുണ്ടല്ലോ എന്നുള്ളതല്ല. എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ കയ്യൊപ്പ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? അവിടുന്ന് ഇങ്ങനെയാണോ ജുമുഅ നമസ്കരിച്ചിട്ടുള്ളത്? അവിടുന്ന് ഫജ്ർ ഇങ്ങനെയാണോ നമസ്കരിച്ചിട്ടുള്ളത്? അവിടുന്ന് നോമ്പ് ഇങ്ങനെയാണോ നോറ്റിട്ടുള്ളത്? ഇങ്ങനെ ഓരോ അമലുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പോടുകൂടെ പ്രാവർത്തികമാക്കണം. അവനാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സാക്ഷാത്കാരം പ്രാവർത്തികമാക്കുന്നവൻ, പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഞാൻ എങ്ങനെ ജീവിച്ചു, ഞാൻ എങ്ങനെ ആരാധനകൾ നിർവഹിച്ചു, ഇത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു പറഞ്ഞു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അല്ലാഹുവിനെ പരലോകത്ത് കാണണമെങ്കിൽ, കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അമല് ചെയ്താ പോരാ, അമലൻ സ്വാലിഹൻ, അത് ഈ പറഞ്ഞ അഹ്സനായ അമൽ, സ്വാലിഹായ അമൽ ആദായി മാറണം. അതിന്റെ കണ്ടീഷൻസോ അഖ്ലസുഹു വ അസ്വബുഹു, ഒന്ന് ഇഖ്ലാസ് ഉണ്ടാവണം, രണ്ട് മുതാബഅത്തുൻ ബിസുന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ ആയി മാറണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് ഹദീസുകൾ ഈ വിഷയമായിട്ട് നമുക്കറിയാം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, സുപ്രസിദ്ധമായ ഹദീസ്, മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ, ഈ മതത്തിലില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പുതുതായി ഇതിനകത്തേക്ക് കൊണ്ടുവന്നു, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല,
ഇത് നല്ലതാ. എല്ലാരും പറയുന്നത് ഇത് നല്ലതാണെന്നാണ്, നാട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ റസൂലുള്ള ചെയ്തിട്ടുണ്ടില്ല, നബി ചെയ്തിട്ടൊന്നുമില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തള്ളിക്കളയേണ്ടതാണ്. മറ്റൊരു ഹദീസ്, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമല് ചെയ്തു, ലൈസ അലൈഹി അംറുന, നമ്മുടെ കൽപ്പനയില്ലാത്ത, ആരുടെ കൽപ്പന? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ മുഹമ്മദ് നബിയുടെ കൽപ്പനയില്ലാത്ത ഒരു അമല് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ ദീൻ 23 വർഷങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടതാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഹജ്ജത്തുൽ വദാഇന്റെ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ലക്ഷത്തിലധികം വരുന്ന സ്വഹാബത്തിനെ നോക്കി ഓതിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിലെ വചനമാണിത്. ഇന്നേ ദിവസം ഈ ദീൻ പൂർത്തീകരിച്ചു. ഇനിയൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ലാത്ത രൂപത്തിൽ, ഇനിയൊന്നും എടുത്തു മാറ്റേണ്ടതില്ലാത്ത രൂപത്തിൽ ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖദിബുകും മിനൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി. വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതേത് കർമ്മങ്ങളുണ്ടോ, ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാൻ അതൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. നോക്കൂ, റസൂലുള്ളാഹി പറയാൻ. നമ്മളിപ്പോ പറയുന്നതാ, നബിന്റെ കാലത്തില്ല, എന്നാലും നല്ലതല്ലേ? എന്തിനാ നല്ലത്? അത് എങ്ങോട്ട് പോകാനാ? സ്വർഗത്തിലേക്ക് പോകാനാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാത്ത ഒന്നും നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. വലൈസ ശൈഉൻ യുഖദിബുകും ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻ, നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന സകലതും ഞാൻ വിരോധിച്ചിട്ടുമുണ്ട് ജനങ്ങളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, സ്വഹാബ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത്തരം വചനങ്ങൾ ഹൃദിസ്ഥമാക്കിയ, മനസ്സിലാക്കിയ സ്വഹാബത്തുൽ കിറാം, അവരുടെ ഫഹ്മുസ് സ്വഹാബ, എന്താണ് അവർ ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹു അല്ലാത്ത പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, എന്നിട്ടും അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുപോലെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു സൈഡിലൂടെ പറയുകയും നമുക്ക് തോന്നിയതൊക്കെ പ്രവർത്തിക്കാമെന്നാണോ? സഹാബത്ത് എന്താണ് ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രമുഖ സ്വഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു, അന്നഹു ഖാല ഇത്തബിഉ ആസാറനാ, ജനങ്ങളെ, നിങ്ങൾ ഞങ്ങളുടെ ആസാറുകൾ, ഞങ്ങളുടെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റണം. വലാ തബ്തദിഉ, നിങ്ങൾ ബിദ്അത്തുകൾ ഉണ്ടാക്കരുത്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സ്വഹാബത്തിനും പരിചയമില്ലാത്ത അമലുകൾ നിങ്ങൾ കൊണ്ടുപോകരുത്. വഖദ് കുഫീതും, നിങ്ങൾക്ക് ഈ പാത തന്നെ മതി, റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്ത് തന്നെ മതി, അതിനകത്തേക്ക് അധികം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരരുത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു സംഭവം നമുക്കറിയാം. മഹാനായ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കുന്നാ നജ്ലിസു അലാ ബാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖബ്ല സലാത്തിൽ വദാ, ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിലിന്റെ മുന്നിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം വിട്ടുനിറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വേണം ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാൻ. ആ സമയത്തിന്റെ ഞങ്ങളുടെ അടുത്തേക്ക് ഫജാഅനാ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോയോ? ഇല്ല, പള്ളിയിലേക്ക് പോയിട്ടില്ല. അദ്ദേഹവും ഞങ്ങളോടൊപ്പം ഇരുന്നു. അങ്ങനെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയപ്പോൾ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു മസ്ഊദേ, ഞാൻ പള്ളിയിൽ ഒരു സംഭവം കണ്ടു. ഞാൻ പള്ളിയിൽ നിന്നാണ് വരുന്നത് അങ്ങയുടെ അടുത്തേക്ക്. പള്ളിയിൽ ഞാൻ ചെന്ന സമയത്ത് ഒരു പുതിയ പ്രവർത്തനം ഞാൻ കണ്ടു. എന്താണ് നീ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസ യന്തദിറൂന സലാ, നിസ്കാരത്തിന് കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ വട്ടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് പള്ളിക്കകത്ത്. പള്ളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാർപ്പറ്റുള്ള പള്ളിയൊന്നുമല്ല, ചരലാണ്, മണലാണ്, ചരൽക്കല്ലുകളും മണലും ഒക്കെ ഉള്ള പള്ളിയാണ്. ആ പള്ളിയിൽ വട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇരുന്നിട്ടുണ്ട്. ഫഫി ഐദിഹിം ഹസ, അവരുടെ കയ്യിൽ ചരൽക്കല്ലുകളുണ്ട്. എന്നിട്ടോ ഫയഖൂൽ, അതിലൊരാൾ പറയും, കബ്ബിറൂ മിഅ, നിങ്ങൾ 100 തവണ തക്ബീർ ചൊല്ലിക്കോളൂ എന്ന് പറയും. അപ്പൊ ഫയുകബ്ബിറൂന മിഅ, അവരെല്ലാവരും ചെയ്യും, ആ വട്ടത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു 100 തവണ ലാ ഇലാഹ തക്ബീർ ചൊല്ലുന്നു. ഫയഖൂലു ഹല്ലിലൂ മിഅ, വീണ്ടും അയാൾ പറയും, നിങ്ങൾ ഫഹല്ലിലൂ മിഅ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ ചൊല്ലിക്കോളൂ. അപ്പൊ അവര് വട്ടത്തിൽ ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇങ്ങനെ 100 തവണ ചൊല്ലുന്നു. വീണ്ടും പറഞ്ഞു ഫസബ്ബിഹു മിഅ, നിങ്ങൾ 100 തവണ തസ്ബീഹ് ചൊല്ലിക്കോളൂ, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളൂ. ഇതിങ്ങനെ പറഞ്ഞു. ഇത് പള്ളിയിൽ നിന്ന് ഞാൻ ഇപ്പൊ കണ്ടിട്ട് അങ്ങയുടെ സമീപത്തേക്ക് ഓടി വന്നതാണ് ഇബ്നു മസ്ഊദ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ഫമാദാ ഖുൽത ലഹും, ഇത് കണ്ടിട്ട് താങ്കൾ എന്താണ് അവരോട് പറഞ്ഞത് അബൂ മൂസ? അദ്ദേഹം പറഞ്ഞു മാ ഖുൽതു ലഹും ശൈആ ഇന്തിദാറ റഅീ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ വന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് അറിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു അഫലാ അമർതുഹും അൻ യഉദ്ദു സയ്യിആതിഹിം, നിനക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ തിന്മകൾ കല്ലുകൾ വെച്ച് എണ്ണി നോക്കാൻ അവരോട് പറഞ്ഞുകൂടായിരുന്നോ? നന്മകളല്ല, വദമിൻതു ലഹും അല്ലാ യുദീഅ മിൻ ഹസനാതിഹിം ശൈഉൻ, നിങ്ങളുടെ ഹസനത്തുകൾ ഒന്നും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് താങ്കൾക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നു അബൂ മൂസ? എന്നിട്ട് അവർ ഇറങ്ങി പോവുകയാണ്. അവര് അബൂ മൂസയും അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇനിയാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഹാനായ പ്രമുഖനായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെ ഉണ്ടായിരുന്ന താബിഈങ്ങളെയും കൂട്ടിയിട്ട് അവരുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, എന്താണ് നിങ്ങളുടെ പരിപാടി? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. അവര് പറഞ്ഞു യാ അബാ അബ്ദുറഹ്മാൻ, ബഹുമാനാദരവുകളോട് അവര് പറഞ്ഞു ഹസൻ നഅദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുന്നു, ഈ ചരൽക്കല്ലുകൾ ഞങ്ങൾ ഇങ്ങനെ നീക്കി എണ്ണം പിടിക്കുകയാണ്. അബാ അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഫഅദ്ദു സയ്യിആതികും, നിർത്തണം നിങ്ങൾ, എന്നിട്ട് നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ എണ്ണി കണക്കാക്കുക. അല്ലാഹു നിങ്ങളുടെ ഹസനത്തുകളിൽ നിന്ന് ഒന്നുപോലും നഷ്ടപ്പെടുത്തില്ല, അത് നിങ്ങൾ എണ്ണം പിടിക്കണമെന്നില്ല, അത് നിങ്ങൾ എണ്ണി വെക്കണമെന്നില്ല. എന്നിട്ട് പറഞ്ഞു വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിന്റെ സമുദായമേ, നിങ്ങൾക്ക് നാശം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല, ഇത്ര പെട്ടെന്നാണ് നിങ്ങൾ നാശത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആരോടാ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് പറഞ്ഞവരോട്, അല്ലാഹു അക്ബർ പറഞ്ഞവരോട്, തക്ബീർ ചൊല്ലിയവരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വട്ടം വളഞ്ഞ് പള്ളിക്കകത്തിരുന്ന് കല്ലുകൾ എണ്ണി എണ്ണം തിട്ടപ്പെടുത്തിയ അവരോട്, താബിഈങ്ങളോട് അദ്ദേഹത്തിന്റെ ചോദ്യം, പ്രവാചകന്റെ സ്വഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല, അതിനു മുമ്പേ നിങ്ങൾ നശിച്ചു പോവുകയാണോ? വഹാദിഹി സിയാബുഹു ലം തബൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം ഇവിടെയുണ്ട്, അത് നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അതിനു മുമ്പേ നിങ്ങൾ നശിച്ചു പോവുകയാണോ? വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണ് സത്യം, ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്, ഇത് മുഹമ്മദ് നബിയുടെ മില്ലത്തല്ല, ഇത് മുഹമ്മദ് നബിയുടെ മാർഗമല്ല, അതിൽ നിന്നും നിങ്ങൾ വഴി ദൂരം മാറിയിട്ടുണ്ട്. ഔ മുഫ്തതിഹൂന ബാബി ദലാലത്തിൻ, അല്ലെങ്കിൽ നിങ്ങൾ ദലാലത്തിന്റെ വഴിപിഴവിന്റെ മാർഗം തുറക്കുകയാണെന്ന് ആരോടാ സഹോദരങ്ങളെ പറഞ്ഞത്? ഇത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ പ്രതികരണമാണ്. അദ്ദേഹം വിശദമായി ഇതിനെ വിമർശിച്ചപ്പോ അവര് പറഞ്ഞു, അവര് ഭയത്തോടുകൂടെ പറഞ്ഞു മാ അറദിന ഇല്ലൽ ഖൈർ യാ അബാ അബ്ദുറഹ്മാൻ, ഇബ്നു മസ്ഊദേ ഞങ്ങൾ നല്ലതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, മാ അറദിന ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഖൈറേ ഉദ്ദേശിച്ചിട്ടു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു വകം മിൻ മുരീദിൽ ലിൽ ഖൈരി ലം യുസിബ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ പലരും നന്മകൾ ഖൈറ് പലരും ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ആ ഖൈറ് ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ട്, സ്വഹാബത്തിന്റെ മാർഗത്തിലുണ്ട്. നമുക്കറിയാലോ, റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് 3 ആളുകൾ കടന്നു വന്നു. തന്റെ ഉമ്മമാർ, നമ്മുടെ ഉമ്മമാരാണ് അവിടെ ഉള്ളത്, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ. അവരോട് നബിയുടെ ജീവിതത്തെക്കുറിച്ച്, ഇബാദത്തുകളെ കുറിച്ചിട്ട് ചോദിച്ചു. ആയിഷ ബീവി വിശദീകരിച്ചു കൊടുത്തു, ഭാര്യമാർ വിശദീകരിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പം അവർക്ക് ഇതൊക്കെ കേട്ടപ്പോ തോന്നി, നബിന്റെ ജീവിതം, അത് നബിന്റെ ഇബാദത്ത്, അതൊക്കെ അതൊക്കെ കുറച്ചേ ഉള്ളല്ലോ, ഇങ്ങനെയൊക്കെ മതിയോ എന്ന് അവർക്ക് തോന്നി. എന്നിട്ട് അവര് തന്നെ പറഞ്ഞു വഖാലു ഐന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, നമ്മൾ എന്തിനാ നബിന്റെ ഇബാദത്ത് നോക്കുന്നത്? കാരണം നമ്മൾ എവിടെ, നബി എവിടെ? ഐന നഹ്നു മിനൻ നബി, നമ്മൾ എവിടെ കിടക്കുന്നു, നബി എവിടെ കിടക്കുന്നു?
കാരണം വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ സകല പാപങ്ങളും റസൂലുള്ളാഹിക്ക് അല്ലാഹു പുറത്തു കൊടുത്തതല്ലേ. അതുകൊണ്ട് നബി ചെയ്തതുപോലെ ചെയ്താ പോരെ നമ്മൾ. എന്നിട്ട് അവിടുന്ന് അവര് ചില തീരുമാനങ്ങൾ എടുക്കുക. ഒന്നാമത്തെ ആള് പറഞ്ഞു ഇനി എല്ലാ രാത്രിയും ഉറങ്ങുന്ന പരിപാടിയില്ല, നിസ്കാരം മാത്രമാണ്. രണ്ടാമത്തെ ആള് പറഞ്ഞു എല്ലാ ദിവസവും 365 ദിവസവും എനിക്ക് നോമ്പ് തന്നെയാണ്, ഇനി പകല് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാടില്ല. മൂന്നാമത്തെ ആള് പറഞ്ഞു ഇനി ഞാൻ വിവാഹം കഴിക്കില്ല, വിവാഹം കഴിച്ച കുട്ടികളുണ്ടാകും, കുടുംബം ഉണ്ടാകും, ഇബാദത്തിന് തടസ്സമാണ്, ഇനി ഇബാദത്ത് തന്നെയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വിവരമറിഞ്ഞു, അവരെ വിളിപ്പിച്ചു, എന്നിട്ട് ചോദിച്ചു നിങ്ങളാണോ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തു പോയിട്ടുള്ളത്? ഇവര് പറഞ്ഞു അതെ. അപ്പൊ റസൂലുള്ളാഹി കൊടുത്തൊരു മറുപടി സഹോദരങ്ങളെ നമ്മളെ മനസ്സിലാക്കണം. അമാ വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ല, നിങ്ങളെക്കാൾ ഏറ്റവും ഖുശൂഉള്ള തഖ്വയുള്ള വ്യക്തി ഞാനാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വ്യക്തി ഞാനാണ്. ലാകിന്നി അസൂമു വ ഉഫ്തിർ, ഞാൻ നോമ്പെടുക്കലുണ്ട്, പകല് ഭക്ഷണം കഴിക്കൽ നോമ്പില്ലാത്ത ദിവസം എനിക്ക് ഉണ്ടാവാറുണ്ട്. രാത്രി ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഇത് പോരാ, ഈ മുഹമ്മദിന്റെ മാർഗം പോരാ, എന്റെ സുന്നത്ത് പോരാ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ട് മനസ്സിലാക്കണം. ഇതാരോടായി പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരോടാ? ദിക്റുകൾ ചൊല്ലിയവരോട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിലേക്ക് പോയപ്പോ തടഞ്ഞു. അത് ഷഹാദത്ത് കലിമയ്ക്ക് ഭംഗമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. നബി പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം അത് ഞാൻ പഠിപ്പിച്ചു തന്നതുപോലെയല്ല, അത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവരെന്നിൽപ്പെട്ടവരല്ല എന്ന കടുകട്ടിയുള്ള പ്രയോഗം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും പരിശോധിക്കണം. ഒന്നാമത്തത് അത് ഇഖ്ലാസ് ഉള്ളതാണോ, രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പുള്ളതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, പരിശോധിക്കണം എന്നുള്ളതാണ് വിശേഷമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പ്രവാചകനും പഠിപ്പിച്ചു തന്നതുപോലെ അവന് ഇബാദത്ത് ചെയ്യാനും അങ്ങനെ ആ പ്രവാചകനോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.